എക്സ്ക്ലൂസീവ് സംസ്ഥാനത്ത് എൽഡിഎഫ് ഭരണം തുടരുമെന്ന് തിരുവനന്തപുരം ഡിസിസി അധ്യക്ഷൻ പാലോട് രവി. പ്രാദേശിക കോൺഗ്രസ് നേതാവുമായുള്ള പാലോട് രവിയുടെ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാമതാകും. തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകുമെന്നും പാലോട് രവി പറയുകയാണ്. മുസ്ലിം വിഭാഗം മറ്റു പാർട്ടികളിലേക്കും സിപിഎമ്മിലേക്കും പോകുമെന്നും കോൺഗ്രസ് എടുക്കാച്ചരക്കാകുമെന്നും പാലോട് രവി പറയുന്ന ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവിടെ പഞ്ചായത്ത് ഇലക്ഷനിൽ മൂന്നാമത് പോകും, നിയമസഭയിൽ ഉച്ചകുത്തി താഴെ. നീ നോക്കിക്കോ, 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ 40,000 50,000 വോട്ട് പിടിക്കും. കോൺഗ്രസ് പാർട്ടി 3ാം സ്ഥാനത്ത് ഉച്ചകുത്തി. കേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ ഗതിയായിരിക്കും. ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും. കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ BJPയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും. ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോൾ അത് ഉറപ്പാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ നമ്മൾ യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ 100 പേരെ വയ്ക്കും. പാർട്ടി ഇറങ്ങി നടക്കാൻ ആളില്ല. പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് ഇവിടെ തന്നെ വേറും ബോഗസ് ആയിരുന്നു. അത് അവിടെ നിന്നല്ല, ഞാൻ ജില്ലയുടെ കാര്യം നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ഒക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ 10% സ്ഥലത്തേ നമുക്ക് ആളുള്ളൂ. ഓരോരുത്തരും ആത്മാർത്ഥമായി പരസ്പര ബന്ധമില്ല, പരസ്പര സ്നേഹമില്ല, പരസ്പരം എങ്ങനെ കാലുവാരാമോ, എങ്ങനെ ബഹുജനങ്ങളെ. പക്ഷെ നമ്മുടെ മുഖം പുല്ലംപാറയിൽ വികൃതമാണ്. ഓരോ നേതാവിന്റെ പേര് പറഞ്ഞ് ഓരോ നേതാവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചിട്ട് ഇതിനെ ഭിന്നമാക്കുകയാണ് സകലം. റോഷിപാൽ തിരുവനന്തപുരം DCC പ്രസിഡന്റിന്റെ ആത്മവിശ്വാസം തുളുമ്പുന്ന വാക്കുകളാണല്ലോ പുറത്തു വരുന്നത്. അദ്ദേഹം ഒരു സുഹൃത്തുമായുള്ള സംഭാഷണമാണെന്ന് തോന്നുന്നു. ഇത്രയും പാർട്ടിയെക്കുറിച്ചൊരു ഇത്രയും മോശമായി, അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെ അത് സംഭവിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണ് DCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അദ്ദേഹം അവിടെ പ്രവർത്തനം കാഴ്ചവെക്കുന്നത്? എന്താണ് ഈ വാചകങ്ങൾ? ഈ വാർത്ത പുറത്തു വന്നതിനോട് ഇനി ഉറപ്പായിട്ടും നേതാക്കൾക്ക് പ്രതികരിക്കേണ്ടി വരുമല്ലോ. സ്മൃതി, പുല്ലംപാറയിലെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് ജലീലുമായുള്ള ടെലിഫോൺ സംഭാഷണമാണ്. ഒന്ന്, കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ കൂടിയാണ് പാലോട് രവി. ജില്ലാ കോൺഗ്രസിന്റെ അധ്യക്ഷനാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഓരോ പ്രധാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ K മുരളീധരനാണ് ചുമതല നൽകിയിരിക്കുന്നത്. ഇപ്പോൾ അതേപോലെ തന്നെ എറണാകുളത്ത് VD സതീശൻ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. കോഴിക്കോട് രമേശ് ചെന്നിത്തലയാണ് കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ ചുമതല. അങ്ങനെ